കൊല്ലം കൊട്ടാരക്കരയിൽ 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിനിടയാക്കിയ ലോറി ഡ്രൈവർക്കെതിരെ നടപടി. ഡ്രൈവർക്ക് ടിപ്പർ ലോറി ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തൽ. നിലവിലെ ലൈസൻസ് റദ്ദാക്കും. വാഹനത്തിന് 17 വർഷത്തെ പഴക്കമുണ്ട്. വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. അപകട കാരണം അമിതവേഗമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി രാജ്കുമാർ ചെയ്യുന്നത്. രാജ്കുമാർ, ഈ പരിക്കേറ്റ 5 പേരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. രണ്ടാമതാണ്, ഈ ലോറിക്ക് ഫിറ്റ്നസ് നൽകിയിട്ടുണ്ട്, പക്ഷേ അതിന് ഫിറ്റ്നസ് നൽകേണ്ട ഒരു ലോറി ആയിരുന്നു എന്നുള്ള പരിശോധിക്കണമെന്നാണ് നേരത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്. അതായത് ഇപ്പോൾ ഈ ഡ്രൈവർക്ക് ടിപ്പർ ലോറി ഓടിക്കാനുള്ള ലൈസൻസും ഇല്ലായിരുന്നു. കുട്ടക്കുഴപ്പമാണ്. എന്താണ് വിവരങ്ങൾ? അതെ സിജു, അതിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ഈ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട 2ാം ജന്മം എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു കുട്ടിയാണ് നവനീത്. 13 വയസ്സുണ്ട്. സെൻറ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ആ നവനീതിൻ്റെ പുറത്തേക്കാണ് ഈ ലോറിയിൽ നിന്നുള്ള മണ്ണ് മുഴുവനും മറിഞ്ഞു വീണതും. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആ നവനീതിനെ അവർ വീണ്ടെടുത്തത്. അച്ഛൻ നോക്കി നിൽക്കുക. ഇതിപ്പോൾ നവനീതിൻ്റെ അച്ഛൻ സനിൽ. എന്താ സനിൽ നിങ്ങൾ കണ്ട കാഴ്ച? അല്ല, ഇത് ദിവസവും അവന് രാവിലെ ഇവിടെ 7:10 ബസ്സിന് കയറ്റിവിടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും വരാറുണ്ട്. സോ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആ ഹൈമാസ് ലൈറ്റിൻ്റെ അവിടെയാണ് ഞാൻ വണ്ടി കൊണ്ട് നിർത്തുന്നത്. അവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അവനോട് ഇവിടോട്ട് നിൽക്കാൻ പറയും. പറഞ്ഞിട്ട് ഞാൻ ബൈക്കിൽ അവിടെ നിൽക്കാറേ പതിവുള്ളൂ. വണ്ടി പോയതിന് ശേഷം, കാരണം രാവിലത്തെ ഫസ്റ്റ് ബസ് ആയതാണ്. ഒരു പക്ഷേ ഇല്ലെന്നുണ്ടെങ്കിൽ ട്യൂഷന് കൊണ്ടാക്കണമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ നിൽക്കും. സോ 7:10 ബസ് വരേണ്ടത്. 7:10 കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് പിള്ളേർ ഇവിടെ നിൽക്കുന്നത് നല്ലതായിട്ട് കാണാൻ വയ്യ, ആ പോസ്റ്റിൻ്റെ ഇതുകൊണ്ട്. അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ അവിടുന്ന് അതിഭയങ്കരമായിട്ട് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഭയങ്കരമായിട്ട് വണ്ടി അങ്ങോട്ട് വെച്ചിട്ട് ആടി ഒലഞ്ഞൊരു മിന്നൽ പോലൊരു വണ്ടി വരുന്നതാണ് കാണുന്നത്. എനിക്ക് എന്താ ഞാൻ വിചാരിച്ചു ആ വണ്ടി നേരെ കൊണ്ടുവന്ന് അവിടെ കയറ്റുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിന് മുമ്പിട്ട് ഒരു ബൈക്ക് അവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട് കയറി പാസ്സായി പോയിരുന്നു. ബൈക്ക് ഏകദേശം ഇവിടെ വരെ വന്ന് കാണുമായിരിക്കുന്നു. ഇവിടെ വരെ വരുന്ന സമയം കൊണ്ട് തന്നെ ആ വണ്ടി ഒരു മിന്നൽ പോലെ വന്ന് അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിച്ച് ഇവിടെ നിന്ന് പിള്ളേരുടെ മേളിൽ, ഞാൻ വിചാരിച്ചു പിള്ളേരുടെ മേളിലാണ് ഇടിച്ചതെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് മുമ്പിട്ട് എനിക്കൊന്ന് എവിടെയായിരുന്നു അറിഞ്ഞിട്ട് ഈ മതിലിൽ ഇടിച്ചിട്ട് മണ്ണ് കംപ്ലീറ്റ് ഒന്ന് കവർന്ന് പിള്ളേരുടെ മേളിലോട്ട് വീണു കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ വന്നപ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞു. എന്തോ നടക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം നടത്തി മോനെ. അതല്ല, കുറച്ച് ആൾക്കാർ ഇവിടെ, മുതിർന്ന ആൾക്കാർ കുറച്ച് പേര് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ശരി, എന്തുവാണ് അവരാരെങ്കിലും വരുന്ന വെച്ചാൽ അവരപ്പുറത്ത് നിന്ന് അവിടെ വരെ നിന്നതാണ്. അവരെവിടുന്ന് ഓടി വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഒരു പയ്യൻ്റെ കാല് കണ്ട് എനിക്ക്. ഞാൻ പെട്ടെന്ന് അവനെ കാല് വലിച്ച് കട്ട മേളിൽ കിടപ്പുണ്ടായിരുന്നു. കട്ടയെ മാറ്റിയിട്ട് അവനെ ആദ്യം വെളിയിലെടുത്തു. അപ്പോഴത്തേക്കാണ് വേറൊരു പയ്യൻ അപ്പുറത്ത് കിടപ്പുണ്ട്. അതിനിപ്പുറത്ത് നോക്കുമ്പോൾ കാണാൻ മോൻ്റെ യൂണിഫോമാണ് കണ്ടത്. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടി കിട്ടിയില്ല. കാലിട്ട് അനക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ ഫുള്ള് ബലം ശക്തി പ്രയോഗിച്ച് കട്ടയും കല്ലും ഒക്കെ ആയിരുന്നു കംപ്ലീറ്റ്. എല്ലാം എടുത്ത് മാറ്റിയിട്ട് എങ്ങനെയാണ് ശരിയാ തലയാണ് ആദ്യം കിട്ടിയത്. തല പിടിച്ചങ്ങ് പൊക്കിയപ്പോഴാണ് സമാധാനം. എന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ പിടിച്ച് നൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൻ അപ്പുറത്തായിട്ട് ഒരു പയ്യൻ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് അവനെ ഒന്നും ചെയ്യാനോ അവനെ എടുക്കാനോ ഉള്ളത് തോന്നില്ല. അപ്പോഴത്തേക്ക് മോനെ മൂക്കി കൂടെ ബ്ലഡോ ഏതാണ്ടൊക്കെ വരുന്നുണ്ട്, മുറിവൊക്കെ കണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ അവനെ കയ്യിൽ കോരി എടുത്തിട്ട് ഇവിടെ വന്നപ്പോഴേ 1-2 ആട്ടോ പോയി. പക്ഷേ അവരാരും നിർത്തിയില്ല. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരാൾ ബൈക്കിൽ ഇതിലേ വന്നു. അങ്ങനെ അയാളുടെ കൂടെ നടുക്കെടുത്ത് വെച്ചുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് മോനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയത്. ഒരു ഷൂ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ നിന്നവരാരോ പറഞ്ഞു ഒരു ഷൂവും കൂടി ഇവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അതോ ഷൂ എടുക്കാൻ വേണ്ടി. ഇത് ഈ മകൻ്റെ അവന് ഈ 2ാം ജന്മമാണ് ഈ മകനെ സംബന്ധിച്ച്. എന്തായാലും ആ സമയത്ത് സ്പോട്ടിൽ അച്ഛൻ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ രക്ഷാപ്രവർത്തനം നടത്താം. ഇല്ല, എനിക്ക് അവനെ ആ മണ്ണ് മാറ്റി എടുക്കാൻ പറ്റുകൊണ്ട് ആ സമയത്ത് ഇവിടെ ആൾക്കാരില്ല. പൊതുവെ കുറച്ച് 1-2 ലേഡീസും മാത്രമേ നിപ്പോളായിരുന്നു. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ. രാവിലെ 7 മണി സമയം, 7:11 കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ 7:11 7:12 ആയപ്പോഴത്തേക്ക് മറ്റേ ബസ് വന്നു അവിടുന്ന്. പിന്നെ ബസ്സിൽ നിന്നുള്ളവരെല്ലാം കൂടി ആയിരിക്കും ബാക്കിയുള്ളവരെല്ലാവരും രക്ഷിച്ചെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ അപ്പോഴത്തേക്ക് അവരെയും കൊണ്ട് കൊട്ടാരക്കര ചെന്നപ്പോൾ ഞാനാണ് ഹോസ്പിറ്റലിൽ ആദ്യം വിവരം അറിയിപ്പ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ മോനെ ചികിത്സ കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെ വരിക്കാൻ ഓരോരുത്തരായിട്ട് കൊണ്ടുവരുന്നതാണ് കാണുന്നത്. വളരെ കുഴപ്പമില്ല. കുറച്ച് അവിടെ വളരെ ക്രൗഡ് ആയത് കാരണം ശരി അവനെ എന്തായാലും ശരി ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോട്ടെന്ന് ചോദിച്ചു. പേടിച്ചിട്ടുണ്ട് നല്ലതായിട്ട്. ശരി, ഡോക്ടർ പറഞ്ഞു തൽക്കാലം വീട്ടിലോട്ട് കൊണ്ടുപോയി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വേണ്ടി വിളിച്ചാൽ മതി, അല്ലെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. സിജു, ഈ ലോറി അവിടുന്ന് വന്ന് ദാണ്ട് നമുക്കിവിടെ കാണാം. ഈ ഇലക്ട്രിസിറ്റി പോസ്റ്റും ഈ ഭിത്തി മുഴുവനും ഇടിച്ച് തകർത്തുകൊണ്ടാണ് ഈ ലോറി പാഞ്ഞു പോയത്. അത്രമാത്രം വേഗതയിലായിരുന്നു. ഇനിയാണ് സിജു നേരത്തെ പറഞ്ഞ കാര്യം, ഈ ലോറിയുടെ ഫിറ്റ്നസ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ പരിശോധനയിൽ ഈ ലോറിക്ക് ഒരു രേഖകളുമില്ലായിരുന്നു. ആ രേഖകളില്ലാത്തതിനെ തുടർന്ന് ലോറിക്ക് പിഴ ചുമത്തുകയും ആ നടപടിയെടുത്ത ശേഷം എല്ലാ രേഖകളും ആയതിനു ശേഷമാണ് ലോറി വീണ്ടും ഫിറ്റ്നസ് നൽകി പുറത്തിറക്കാൻ തയ്യാറായത്. എന്നാൽ അതേസമയം ഇപ്പോൾ ഈ ലോറി ഓടിച്ച
ഈ നിസാവിന് ഹെവി ലൈസൻസ് ഇല്ല, അതായത് ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ള വലിയ ലോറികൾ ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ലെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടിപ്പർ ലോറി ഡ്രൈവർ കൂടിയായ നിസാവിനെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കേസ് അല്പസമയത്തിനകം എടുക്കും. ഈ ലോറിയുടെ ഫിറ്റ്നസും റദ്ദാക്കിയിട്ടുണ്ട്. നിലവിൽ 3 പേരുടെ മൃതശരീരങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെ കൂടാതെ പരിക്കേറ്റ 5ഓളം അതിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ ഇപ്പോൾ ചികിത്സയിലാണ്.